എറണാകുളം പോണമെന്നുള്ളത് നേരത്തെ എടുത്ത തീരുമാനമായിരുന്നെങ്കിലും ഇന്ന് പോണമെന്നുള്ളത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നേ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. എടിപിടിന്ന് പെട്ടെന്നെല്ലാം പാക്ക് ചെയ്ത് മക്കളെയും കൂട്ടി ഒരു 12:30 ആയപ്പത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്ടോ. ഒറ്റ ബസ്സിന് പോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങോട്ട് കേറി ഇറങ്ങി പോകേണ്ടി വന്നേ. മൂവാറ്റുപുഴയിൽ എത്തിയപ്പോഴത്തേനും മക്കൾക്ക് വിശക്കാൻ തുടങ്ങി ട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അതുങ്ങൾക്ക് കഴിക്കാനൊന്നും കരുതാൻ പറ്റിയില്ലേ. പിന്നെ ചെറിയ തോതിൽ ഞങ്ങൾ ഇറങ്ങി. ചെറിയൊരു ബേക്കറി, ചെറിയ ബേക്കറിന് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറി ആയിരുന്നു. അതുങ്ങൾക്ക് കയറി അതുങ്ങൾക്കുള്ള കഴിക്കാൻ മേടിച്ചു കൊടുത്തു. ഞങ്ങളും കഴിച്ചു ട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. മഴ തൂളാനും തുടങ്ങി. ആ അമ്മ എന്നെ തന്നെയാണ് നോക്കിയത് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുത്തത് ആ ലോറിയാണേ. ആ ലോറി കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ മല്ലു സ്ട്രീറ്റിലെ മല്ലു സിങ്ങിനെ കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ആ വീഡിയോ എടുത്തത്. നല്ലതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള 2 ബസ് പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പിള്ളേരിപ്പം തന്നെ നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പ് ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പന്തം കൊണ്ട് പന്തളത്ത് ചെന്നപ്പോൾ പന്തകുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എറണാകുളത്ത് ചെന്നപ്പോൾ ഭയങ്കര ട്രാഫിക് കേട്ടോ. പിന്നെ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വന്നു കേട്ടോ. ഇത് വീട്ടുകാരോട് പറയാതെയാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെ എക്സ്പ്രഷൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയത്. പക്ഷെ നൈസായിട്ട് ചീറ്റിപ്പോയി ഗൈസ്. കാരണം അവർ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങൾ ചെല്ലും എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നേ. വെറുതെ ചെളിവാരി എറിയണ്ടല്ലോ എന്നോർത്ത് നൈസായിട്ട് ആ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.